ആഹാ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുറച്ച് പൂക്കളെ കാണാം. ഇതൊക്കെ നമ്മൾ വിപണിയിലേക്ക് തയ്യാറാക്കിയതാണ്. വിപണിയിലേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓർക്കിഡിൻ്റെയും അതുപോലെ സക്കുലൻ പ്ലാന്റ്സിൻ്റെയും ആയിട്ടുള്ള പോളി ഹൗസാണ്. അപ്പോൾ ഇതിൽ കുറേ ഇനങ്ങൾ നമ്മൾ വിൽക്കാനായി തയ്യാറാവുന്നുള്ളൂ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വിലയുള്ള ഇത് ഇങ്ങനെ നിൽക്കുന്നത് സെറാമിക് പോട്ടിൽ വെച്ച് ടേബിൾ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ നല്ല ലൈഫുള്ള ചെടികളാണ്. ഇത് മൂൺ കാക്ടസ് എന്ന് പറഞ്ഞ ഇനാണ്. അപ്പൊ ഇതിന്റെ അടിയിലുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. അതിൽ ഗ്രാഫ്റ്റ് ചെയ്തത് നമ്മൾ വാങ്ങിയതാണ്. നമ്മളിപ്പോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് സൈഡ് ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഇത് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്താണ്. പരീക്ഷണത്തിലെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് പിടിക്കുന്നുണ്ട്. ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇത് അങ്ങനെ മറ്റ് ഒരു ഫാമിൽ നിന്ന് ചെയ്തു വന്നതാണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചെയ്തിട്ടുള്ള ഭക്ഷണമാണ്. പല ഇനം ഓർക്കിഡുകളുണ്ട്. നല്ല വെറൈറ്റി ഓർക്കിഡുകൾ. ഓർക്കിഡ് നടന്ന രീതികളാണ് അതൊക്കെ അല്ലേ? ഓർക്കിഡ് നമുക്ക് മണ്ണ് വേണ്ട അതിന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കരി ഇട്ടിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇതിന്റെ വേരെല്ലാം വലിച്ചെടുക്കുക ഈ ഇതുപോലത്തെ വേരുകളിലൂടെയാണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഹോള്, നമുക്ക് ഹോളുകൾ അധികമുള്ള പോട്ടുകൾ. കാരണം ഇതിനെപ്പോഴും ശ്വസനവും അതുപോലെ തന്നെ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പോട്ടുകളാണ് ഇത്. ഇതൊക്കെ ആ രീതിയിലുള്ളതാണ് പോട്ടുകളെ. ഇതിൽ മണ്ണല്ല പ്രധാനം. മണ്ണിൽ തീരില്ല. ഓക്സിജൻ കൊണ്ടാണ് ഇതിന്റെ പരിപാടി. അപ്പം ഫുള്ള് കരിക്കട്ട അല്ലെങ്കിൽ ചകിരിയുടെ ഇതൊക്കെ നമ്മൾ ഇടാറില്ല. എന്ന് പറഞ്ഞ ഒരു സക്കുലൻ പ്ലാന്റ് ആണ്. നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചതാ. നമ്മളവിടെ ഉഷാറായിട്ടുള്ള ലേബറിന്റെ തിരുവോണമായിട്ട് അവരില്ലെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവരെ അറേഞ്ച്മെന്റ് ആണ്. അവരായിട്ട് അവർ സ്വന്തം ചെയ്ത നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ വെറൈറ്റി ഐറ്റംസുകൾ കംപ്ലീറ്റ്. എയർ പ്ലാന്റ് അല്ലേ? എയർ പ്ലാന്റ് ശരിക്കും പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ഇങ്ങനെയാണ്. ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശരിക്ക് ഒന്നുമില്ല, വേരോ ഒന്നുമില്ല. അത് അങ്ങനെ ഇങ്ങനെ വെക്കുക. അങ്ങനെ ഒരിക്കലും ജീവനുള്ള ചെടിയാന്ന് പറയില്ല. പക്ഷെ ഭയങ്കര അതിന്റെ ഫ്ലവർ അതാ. ഇത് നമ്മുടെ ഇത് എർത്ത് പൈനാപ്പിൾ ചെടി എന്ന് ഇങ്ങനെ പറയും. എർത്ത് സ്റ്റാർ എന്നാണ് പേര്. ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാല് 3-4 മാസം കഴിയുമ്പോഴത്തേനും വേറെ ഒന്നും കാണാതെ ഫുള്ള് പരക്കും. ഓ, ഇത് ക്രിസ്മസ് കാക്ടസ് അല്ലെങ്കിൽ ഡിസംബർ കാക്ടസ് എന്ന് പറഞ്ഞ സാധനമാണ്. വളരെ തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ മാത്രമേ ഡിസംബർ സമയത്ത് പൂക്കുള്ളൂ. സാധാരണ കാനഡ, ബ്രിട്ടൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് പൂത്ത് കാണാറുള്ളത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഒരാൾ വന്നപ്പോ അവിടുന്ന് ഇതിന്റെ പൂവ് വിരിഞ്ഞു കഴിഞ്ഞു. നമ്മൾ കട്ടിങ്സ് പുതിയത് വെച്ചാ ശരിക്കും ഇതിന്റെ പൂവ് ലിപ്സ്റ്റിക് പോലെയാണ്. അതല്ലേ? എന്നെങ്കിലും കാണാനുണ്ടാവോ നോക്കാം. മധുരക്കിഴങ്ങിന്റെ ഒരു ഇലയുടെ അതുപോലത്തെ തന്നെയാണ്. ചിറ്റാമൃത് അല്ലേ? അതുപോലത്തെ ഒരു ചെടിയാ. ഓർണമെന്റൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. എന്നാണ് പറയാ. ഇതിന് മണ്ണൊന്നും വേണ്ട. വെള്ളം മാത്രം തെളിച്ചു കൊടുത്താൽ മതി. നമ്മളെ ബെഡ്റൂമിലൊക്കെ തൂക്കിയിടാം. പക്ഷെ ഇതിനിപ്പോ ജീവുണ്ട്. ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴൊക്കെ വളർന്നുകൊണ്ടിരിക്കും. അതല്ലേ? ഇപ്പൊ നമ്മൾ പല ഷേപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഉണങ്ങിയത് മാതിരി തോന്നും. വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു പൂവ് മാത്രം നോക്കിക്കഴിഞ്ഞാല് പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. കറക്റ്റ് ഡാൻസ് ചെയ്യണ രൂപത്തിലാണുള്ളത് അല്ലേ? അങ്ങനെയാണുള്ളത്. ഡാൻസ് ചെയ്യണ ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യണ അതേ രൂപത്തിലല്ലേ? ഹാപ്പി ഓണം. ഹലോ ഫിമിന, പറഞ്ഞോ. ഇതേ
ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നത് പോലുള്ള അതേ രൂപത്തിൽ മഞ്ഞ പാവാട, ചുമന്ന കുപ്പായം, അത് തലയിൽ മുടി കെട്ടിയതുപോലെ മാറത്തെ ആഭരണങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അതിമനോഹരമായ ഒരു ഡാൻസുകാരിയുടെ അതേ രൂപത്തിലാണ് ഈ ഒരു ഫ്ലവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡാൻസിങ് ലേഡി എന്നാണ് അതിൻ്റെ പേര്. കണ്ടില്ലേ? കിട്ടിയേ? ഇത് ബെറോ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ശരിക്കും നമുക്ക് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ ചുറ്റും വരും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വീണ് കിടക്കുന്ന ഓരോ തൈയായിട്ട് വരും. ശരി. ഈ ഇലകളൊക്കെ ഓരോന്നായിട്ട് മുളക്കും. അപ്പൊ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ തൂങ്ങി നിൽക്കും. നമ്മളെ ഇതിൽ അങ്ങനെ ഇല്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ മുളച്ചു വരുന്നുണ്ട്. നമ്മളെ കട്ടിങ്സ് എടുത്തിട്ട് അങ്ങനെ ചെയ്യും. ജെയ്ഡ് എന്ന് പറഞ്ഞൊരു ഓർക്കിഡാണ്. ഞങ്ങൾ ഡിസംബറിൽ ഒരു ഫ്ലവർ ഫെസ്റ്റ് നടത്തുന്നുണ്ടാവും. അതിനേക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെറിയ തൈ കൊടുന്നിട്ട് വലുതാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണിത്. അതിന് നനക്കുന്ന ഒരു രീതിയും കൂടി നമുക്ക് കാണാം. വളരെ ഓട്ടോമാറ്റിക് സംവിധാനമാണ്. നമുക്ക് സ്വിച്ച് മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നനയും. നമുക്ക് 2 രീതിയിലുള്ള വെള്ളത്തുള്ളികൾ ഇതിൽ വരും, മഞ്ഞ് പോലത്തെയും മഴ പോലത്തെയും. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ഫുള്ള് നെല്ലിയാമ്പതിയിൽ വന്ന് കോട കാണാത്തവർക്ക് ഞങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് കോട കാണിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ആ ഒരു രീതിയിലാണ് ഇതിന്റെ നന വരുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നനയില്ല, നനയില്ല, അവിടുത്തെ മാത്രം. ഇതിന് വളരെ കുറവ് വെള്ളം മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ക്ലോസ് ചെയ്തിരിക്കുക. ഇവിടുത്തെ മുകളത്തെ പിന്നെ നന കുറവ് മതി. ഓഹോ, മഞ്ഞ് വന്നു തുടങ്ങി അല്ലേ ഉള്ളില്? കൃത്രിമമായിട്ട് മഞ്ഞിറങ്ങി വരുന്നു. ഇങ്ങനെയാണ് ഇതിന് നന കൊടുക്കുക അല്ലേ? അങ്ങനെയാണ് നനക്കാറ്. എൻ്റെ കാര്യം നനക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല ചൂട് കൂടുന്ന അവസരത്തിൽ ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. അതല്ലേ? അത് നെല്ലിയാമ്പതിയിലെ ഒരു ഓർക്കിഡ് പ്ലാന്റിലാണ്. അതിമനോഹരമായി സെറ്റ് ചെയ്ത് അതെല്ലാം ഓരോ പ്രായത്തിൽ, അതായത് മുതിർന്ന പ്രായം മുതൽ കൊച്ചുകുട്ടി വരെയുള്ള എല്ലാവിധ തൈകളും ഇതിനകത്തുണ്ട്. ഈ തൈകൾ വളർത്തേണ്ടത് എങ്ങനെയാണ്, വളർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇത് പൂ വിരിഞ്ഞാൽ എങ്ങനെയാണ്, പൂ വിരിഞ്ഞാൽ എത്ര കാലം നിൽക്കും എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ ഇത് നടേണ്ട കാര്യങ്ങളും ഇവർ പറഞ്ഞു തരും. ഇപ്പോൾ അവർ നനയ്ക്കുന്നത് ഒരു കൃത്രിമമായ കോടമഞ്ഞ് കൊടുത്തിട്ടാണ്. നമ്മൾ കൈകൊണ്ട് നനയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നനയ്ക്കാൻ പറ്റില്ല. പ്രകൃതി ഇവർക്ക് കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് മഴയായും മഞ്ഞായും വെയിലായും ഒക്കെയാണ്. ആ രീതി തന്നെയാണ് ഇവരെ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച. ഈ ഓർക്കിഡുകളൊക്കെ പൂത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ നല്ല പ്രായമുള്ള ചെടികളാണ്. പക്ഷേ ഇതിൻ്റെ പൂക്കൾ ഒരുപാട് കാലം നിൽക്കും അല്ലേ സാറേ? ഒരുപാട് കാലം നിൽക്കും. അപ്പോൾ ഈ പൂവ് ഇതേപോലെ കേടുവരാതെ നിൽക്കും. അതാണ് ഈ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇതൊക്കെ എന്താ പറയുക, നല്ല വൃത്തിയുള്ള ടേബിളിൻ്റെ മുകളിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന, ഓഫീസ് ടേബിളിൻ്റെ മുകളിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന, സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, അതുപോലെ ലോഡ്ജുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഇതിലൊക്കെ കൊണ്ടുവെക്കാൻ പറ്റിയ ജീവനുള്ള ചെടിയാണ്. നമുക്ക് ഇതിന് ജീവനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അത്രയ്ക്ക് ഒരു പ്ലാസ്റ്റിക്കിന് തുല്യമായ, കാരണം നമ്മൾ പ്ലാസ്റ്റിക് കണ്ട് ശീലിച്ച ആളുകളായിപ്പോയി. ഒറിജിനൽ ചെടികൾ നമ്മൾ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക, മാറിപ്പോകും കണ്ടു കഴിഞ്ഞാൽ. അത് പ്ലാസ്റ്റിക് ആണോ അതോ ഒറിജിനൽ പച്ച ചെടിയാണോ മാറിപ്പോകും. അത്രയ്ക്ക് വൃത്തിയുള്ള സെറ്റ് സാധനങ്ങളാണ്. എല്ലാം അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കും വാങ്ങാൻ താല്പര്യമുള്ളവർക്കും നെല്ലിയാമ്പതി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പ്ലാന്റാണിത്, നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ടൂറിസത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് കാണാൻ സന്ദർശിക്കുക. വീട്ടിൽ സ്ഥലവും സൗകര്യങ്ങളുള്ള ആളുകൾക്ക് ഒരു അലങ്കാര ചെടിയോ അല്ലെങ്കിൽ മറ്റ് എന്ത്, ഇവിടെ ഓറഞ്ച്, പ്ലാവ്, ഞാൻ പറഞ്ഞ കുറച്ച് വീഡിയോയിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും.
എല്ലാവിധ ചെടികളും ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ വന്നൊന്ന് കയറി ഇതിനെപ്പറ്റി പഠിച്ച് ഇവിടുത്തെ കർഷകർ നമ്മളെ പഠിപ്പിച്ചു തരും. കർഷകർ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. പുതുതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള ആളുകൾക്ക് വേണ്ട വിവരം തരും. നിലവിൽ കൃഷിയുള്ള ആളുകൾ തോറ്റിരിക്കുന്നവരുണ്ടാവും. അതുപോലെ എന്താ പറയുക, പ്രകൃതി ആയിട്ടും മഴയായിട്ടും വെയിലായിട്ടൊക്കെ നമ്മളെ ഉപദ്രവിച്ചിട്ട് ചെടികൾക്ക് വളമില്ലാതെ മണ്ണിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെട്ടതിനൊക്കെ അതിനൊക്കെ പോകുമ്പോഴേ ഇവർ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇവരെ വരിക, ഇവരെ കാണുക, ഇവരെ കണ്ടിട്ട് ഇവരുടെ ശരിയായ നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ മേടിച്ച് അവനവൻ്റെ പറമ്പിൽ കൊണ്ടുപോയി നടുക. അത് അതിൻ്റെ കായും പൂവും ഒക്കെ കണ്ട് ആസ്വദിക്കുക. അതൊരു വേറെ ലെവലാണ്. താങ്ക് യു.